ഏറെ ആകാംക്ഷയുള്ള ഒരു ജില്ലയാണ്. നമുക്ക് 2021 കണക്ക് നോക്കിയാൽ അവിടെ LDF 8 സീറ്റാണ് നേടിയത്. ആകെയുള്ള 9-ൽ UDFന് 1 സീറ്റ് മാത്രമാണ് നേടാനായത്. തദ്ദേശമായപ്പോഴേക്കും പക്ഷേ കണക്കുകളിൽ നോക്കുമ്പോൾ LDFന് 1 സീറ്റ് നഷ്ടമാകുന്ന നില. അതായത് നിലവിലെ ഒരു സാഹചര്യം അനുസരിച്ചും LDF 7 സീറ്റുകൾ നേടാവുന്ന നിലയിലാണ്. UDF 1 സീറ്റ് കൂടി നേടിയെടുക്കും. അമ്പലപ്പുഴ, കായംകുളം, അങ്ങനെ ഒരുപാട് മണ്ഡലങ്ങളിൽ കൂടി ആകാംക്ഷ കാത്തുവെക്കുന്നുണ്ട് ആലപ്പുഴയിൽ. ഈ കണക്കുകൾ ശരിയാണെങ്കിൽ, അല്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പാറ്റേൺ തന്നെയാണെങ്കിൽ പോലും LDFന് അവിടെ വലിയൊരു മുന്നേറ്റം ഉണ്ട് എന്ന് തന്നെയാണ് മധു ഞാൻ മനസ്സിലാക്കുന്നത്. വിവരങ്ങൾ നൽകിയത് മനീഷ് മഹബാൽ ശരിയാണ്. മനീഷ്, അപ്പോൾ ഈ CPMന്റെ ഏറ്റവും വലിയൊരു കോട്ടയാണ് കേരളത്തിൽ തന്നെ ആലപ്പുഴ ജില്ല. അപ്പോൾ കഴിഞ്ഞ തവണ 8-1 എന്നുള്ളതായിരുന്നു. ഇത്തവണ എന്താവും സാധ്യത? ഷിഹാസെ, ഇവിടെ പിടിച്ചെടുക്കേണ്ടത് UDFനാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളടക്കം നന്നെ വിയർക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അതായത് ജി സുധാകരൻ ആദ്യഘട്ടത്തിൽ പറഞ്ഞത് തനിക്ക് പ്രചരണമില്ല, അതായത് പോസ്റ്ററോ ബാനറോ ഇല്ല എന്ന് പറഞ്ഞെങ്കിലും അമ്പലപ്പുഴ മണ്ഡലത്തിൽ ഉടനീളം ജി സുധാകരന് വേണ്ടി ബാനറും പോസ്റ്ററും ഉണ്ടായിരുന്നു. ഇനി രമേശ് ചെന്നിത്തലയുടെ കാര്യമാണെങ്കിൽ കൂടി ഹരിപ്പാട് മണ്ഡലത്തിലടക്കം നന്നെ ഗ്രൗണ്ടിലിറങ്ങി പണിയെടുക്കേണ്ട സ്ഥിതി അവിടെ രമേശ് ചെന്നിത്തലയ്ക്ക് ഉണ്ടായി. ഒപ്പം തന്നെ മന്ത്രി P പ്രസാദും ചേർത്തലിൽ ആ രീതിയിൽ തന്നെ പ്രചരണ രംഗത്ത് സജീവമായിരുന്നു. അതുകൊണ്ട് തന്നെ 8 സീറ്റ് LDF ഉള്ളതിൽ നിന്നും നിലവിൽ പ്രധാനമായും സംസ്ഥാന കമ്മിറ്റിക്ക് കൈമാറിയതിൽ ആലപ്പുഴയിൽ ജില്ലയിൽ ആകെയുള്ളത് ചേർത്തലയും ചെങ്ങന്നൂരും മാവേലിക്കരയും മാത്രമേ ഉള്ളൂ. മറ്റുള്ള മണ്ഡലങ്ങളിൽ വലിയ പോരാട്ടമുണ്ട്. പ്രത്യേകിച്ചും കുട്ടനാട് മണ്ഡലം അടക്കം UDF പിടിച്ചെടുക്കുന്ന സ്ഥിതിയിലേക്ക് എത്തിയിട്ടുണ്ട്. കായംകുളവും അരൂരും വലിയ ടൈറ്റ് കോമ്പറ്റീഷനാണ്. അമ്പലപ്പുഴ ആകട്ടെ ജി സുധാകരനും H ഇസ്ലാം തമ്മിലുള്ള പോരാട്ടത്തിൽ അവിടെ ആര് ജയിക്കുമെന്ന കാര്യം പ്രവചന പോരാട്ടത്തിൽ ആരാണ് ഗുരുവിന്റെ പരിചയ സമ്പത്ത് ഇത്തവണ ഗുണം ചെയ്യുമെന്നാണ് അറിയേണ്ടത്. മനീഷ്, സസ്പെൻസ് എന്തായാലും നാളെ നമുക്ക് പൊട്ടിക്കാം. ഏറ്റവും പുതിയ അപ്ഡേറ്റുകളുമായി ഞങ്ങളുടെ ടീം എപ്പോഴും ചേരുകയും ചെയ്യും. ഇപ്പോഴിതാ മാരാർജി ഭവനിൽ നിന്ന് ഒരു BJP സംസ്ഥാന അധ്യക്ഷന്റെ ശുഭപ്രതീക്ഷയിൽ ഫലം കാത്തിരിക്കുന്ന ഒരു പ്രസ് റിലീസ് വന്നിട്ടുണ്ട്. അങ്ങനെ BJP പല മണ്ഡലങ്ങളും പ്രതീക്ഷ വെക്കുന്നുണ്ട്. നമുക്ക്